CPI നേതാവ് ബിനോയ് വിശ്വം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, ഈ ഒരു SSK ഫണ്ട്, തടഞ്ഞുവെച്ച SSK ഫണ്ട് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു പദ്ധതിയുമായി സംസ്ഥാനം മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ എത്തുന്നത്. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ച് നമ്മൾ കണ്ടു. പക്ഷേ എന്നിട്ടും മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് ഈ ഒരു ഫണ്ടിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷേ അതും നൽകാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ കേന്ദ്രം എത്തിയിരിക്കുന്നത്. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളുടെയും എല്ലാ അവകാശങ്ങളെയും ലംഘിക്കുക, എല്ലാ മര്യാദകളെയും ചുരുട്ടിക്കൂട്ടി ജനത്തോട്ടയിലേക്ക് എറിയുക എന്നാണ് കേന്ദ്രത്തിലെ BJP ഗവൺമെന്റ്. PMCയുടെ പേരിൽ SSK ഫണ്ട് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്. SSK ഫണ്ടും PMCയുമായിട്ട് വാസ്തവത്തിൽ ബന്ധമില്ല. ആ ബന്ധം ഉള്ളതായി സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ അവകാശപ്പെട്ട SSK ഫണ്ട് പറഞ്ഞു വയ്ക്കുന്ന രീതി അങ്ങേയറ്റം അപലപനീയമാണ്. ഒറ്റക്കെട്ടായി അതിനെ കേരളം എതിർക്കണം. സംസ്ഥാനങ്ങളുടെ അവകാശപ്പെട്ട വിഹിതം വിദ്യാഭ്യാസ രംഗത്തും സമസ്ത രംഗത്തും കിട്ടിയേ തീരും. അത് കൊടുക്കേണ്ടതിന് പകരം ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച RSS ആശയങ്ങൾ കൊണ്ടുവന്ന് അത് അടിച്ചേൽപ്പിച്ച് കൈപിടിച്ച് തിരിച്ച് അതിനൊക്കെ സമ്മതം മൂടിയാലേ നിങ്ങളെ ഫണ്ട് തരുമെന്ന് പറഞ്ഞ് ഈ പിടിവാശി അത് BJPക്ക് പറ്റും, RSSന് പറ്റും, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് പറ്റും. ഭരണഘടനയുടെ തത്വങ്ങൾ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് ഭരണഘടനയും ഫെഡറൽ തത്വങ്ങളാണ് വലുതെങ്കിൽ ഈ നിലപാട് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരുത്താൻ വേണ്ടി കേന്ദ്രം തയ്യാറാകണം. അല്ലെങ്കിൽ തിരുത്തിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന ഒരു വലിയ ജനാധിപത്യ മുന്നേറ്റം ഉണ്ടാകണം. അതിൽ രാഷ്ട്രീയ മുന്നേറ്റം വേണം, അതിനകത്ത് നിയമരംഗത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാരായണം. പക്ഷേ ശ്രീ ബിനോയ് വിശ്വം, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അവർ ഇതൊക്കെ നിരീക്ഷിക്കുകയാണ്. അവരുടെ അജണ്ട ഈ പറഞ്ഞതുപോലെ വ്യക്തമാണ്, അത് നമുക്ക് നേരത്തെ തന്നെ വ്യക്തമായതുമാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈ PM ശ്രീയിൽ നിന്ന് നമ്മൾ പിന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അത് മരവിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം നമ്മൾ മുന്നോട്ട് വെക്കാനിരിക്കുകയാണല്ലോ. അവരുടെ അജണ്ട അവരുടെ മാത്രം അജണ്ടയാണ്. BJP RSS അജണ്ട കേരളത്തിന്റെ അജണ്ടയല്ല, അത് LDF അജണ്ടയല്ല. അത് BJPയുടെ RSSന്റെ സംഘപരിവാറിന്റെ ഹിന്ദുത്വ ആശയത്തിന്റെ മാത്രം അജണ്ടയാണ്. ആ അജണ്ട എല്ലാവരുടേതാണെന്ന് പറയാൻ അവർക്ക് പറ്റും, BJPക്ക് പറ്റും, RSSന് പറ്റും. അത് LDF പറയില്ല. പക്ഷേ ശ്രീ ബിനോയ് വിശ്വം, ഇനി നമുക്കപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും? നിയമപരമായിട്ട് നിലപാട് നോക്കണം, ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് തീർക്കണം, ഈ തെറ്റ് തുറന്നു കാണിക്കണം. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ബിനോയ് വിശ്വം പ്രതികരിച്ചതിന്. വിജിൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്? ഇതിപ്പോൾ ഫണ്ട് തടഞ്ഞു എന്നുള്ളത് വ്യക്തമാണ്. ഔദ്യോഗികമായൊരു വിശദീകരണം പോലും നമുക്ക് നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ കൂടുതൽ ചർച്ചകൾ കേന്ദ്രവുമായി നടത്തുമെന്ന് തന്നെയാണോ? അമൃത, തീർച്ചയായും. അതായത് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കിയത് 10-ാം തീയതി ദില്ലിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ തൊഴിൽ വകുപ്പിന്റെ ഒരു കൂടിയാലോചനയൊക്കെ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉദ്യോഗസ്ഥരുമായും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമൊക്കെയായി ഒരു ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. തുടർ ചർച്ചകൾ എന്തായാലും ഉണ്ടാകും. പക്ഷേ കഴിഞ്ഞ 2 വർഷമായി ഈ തുടർ ചർച്ചകളും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള നടപടിക്രമങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ഈ SSKയുടെ ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു കാണേണ്ടത്. ഇനിയും അത് അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. പക്ഷേ കേന്ദ്ര സർക്കാരിന് മേൽ എത്രമാത്രം സമ്മർദ്ദം ചെലുത്തിയാലും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും നിലവിൽ കാണുന്നില്ല. കാരണം ഈ കാലങ്ങളിൽ ഒക്കെ ഇതുപോലുള്ള സമ്മർദ്ദങ്ങൾ ഒരുപാട് നടന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ധർമ്മേന്ദ്ര പ്രധാനുമായി ചർച്ച നടത്തി. ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ പലതവണയായി ചർച്ച നടത്തി. അങ്ങനെ ഘട്ടം ഘട്ടമായി പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലമായിട്ടും ഇതുവരെയും ഫണ്ട് അനുവദിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രി VC വെങ്കട്ടി തന്നെ സൂചിപ്പിച്ചത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ അന്ന് അർദ്ധരാത്രിക്കുള്ളിൽ തന്നെ ഫണ്ട് പാസ്സാക്കാം എന്ന് ഉറപ്പ് നൽകി എന്നുള്ളതാണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ മരവിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് എന്തായാലും സംസ്ഥാന സർക്കാർ കത്ത് നൽകിയിട്ടില്ല. അതിന്റെ കരട് ഉൾപ്പെടെ നിലവിൽ തയ്യാറാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വന്ന ശേഷം നൽകാം എന്നുള്ള തീരുമാനത്തിലായിരുന്നു സംസ്ഥാന സർക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ LDF യോഗം ഉൾപ്പെടെ ചേരുന്നുണ്ട്. അക്കാര്യത്തിൽ ഉള്ള ചർച്ചകൾ കൂടി LDF യോഗത്തിൽ നടക്കും. അതിനുശേഷമായിരിക്കും കത്ത് കൈമാറുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രിസഭാ
യോഗ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഒക്കെ നിർത്തിവെക്കുകയാണ്, മരവിപ്പിക്കുകയാണ് എന്ന് കാണിച്ചുള്ള കത്ത് നൽകാനുള്ള തീരുമാനം എടുത്തത്. ഈ സംസ്ഥാന ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ടാണ് ആ കത്ത് കൈമാറാൻ പോവുകയും ചെയ്യുന്നത്. അതിനുള്ള കരടൊക്കെ അതിന്റെ ഭാഗമായിട്ടാണ് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ പ്രപ്പോസലുകളും ഒക്കെ സമർപ്പിക്കുകയും കൂടിയാലോചനകൾ പലതവണ നടത്തുകയും ഒക്കെ ചെയ്തിട്ടും ഒരു തരത്തിലും വഴങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല. ഒരു വിട്ടുവീഴ്ചയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. CPI സംബന്ധിച്ചിടത്തോളം CPI ആണ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയത്. ഈ പദ്ധതി മരവിപ്പിക്കാനുള്ള ഒരു പ്രധാന കാരണം CPIയുടെ ഇടപെടൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ CPIക്ക് നിലവിൽ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുക എന്നൊക്കെയുള്ള അഭിപ്രായം തന്നെയാണ് നിലവിലുള്ളത്. നേരത്തെ ഈ നിയമ പോരാട്ടത്തിലേക്ക് പോകാം, സുപ്രീം കോടതിയെ സമീപിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ ഇനി ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയാൻ ചുരുക്കം മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഒരു നിയമ പോരാട്ടത്തിലേക്ക് ഒക്കെ പോയാൽ അത് എത്ര കാലം നീണ്ടു നിൽക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിയമ പോരാട്ടം എന്നുള്ളത് ഒരു രണ്ടാമത്തെ മാർഗമായി സ്വീകരിച്ചാൽ മതി എന്നുള്ളതായിരുന്നു പിന്നീട് സംസ്ഥാന സർക്കാരും CPM ഒക്കെ തീരുമാനമെടുത്തത്. അതിന്റെ ഭാഗമായിട്ടാണ് താൽക്കാലികമായി ഈ PM ശ്രീ ഒരു തന്ത്രപരമായ ഇടപെടലിന്റെ ഒക്കെ ഭാഗമായി ഒപ്പുവെക്കുക എന്ന തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. മന്ത്രിസഭയിലോ LDFിലോ അങ്ങനെ ഒരു ചർച്ച നടത്തിയാൽ അത് വീണ്ടും CPIയുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു മാറ്റിവെച്ചാൽ ഇത്രയും കോടി രൂപ അത് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാതെ പോകും. അതുകൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് എത്തിയത്. മുഖ്യമന്ത്രിയും അത്തരം നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിന് ആ ഘട്ടത്തിൽ നൽകുകയും ചെയ്തത്. അതിനുശേഷമാണ് വലിയ വിവാദങ്ങൾ CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും എതിർപ്പ് CPIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പിന്നീട് വലിയ വിവാദമായി ഒക്കെ മാറുകയും ചെയ്തു. അതിനെ തുടർന്നാണ് മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഈ ഫണ്ട് ലഭ്യമാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 10-ാം തീയതി വിദ്യാഭ്യാസ മന്ത്രി എന്തായാലും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായും ഒപ്പം തന്നെ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും ചർച്ച നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്തിനുള്ളിൽ തന്നെ ഈ ഫണ്ട് അനുവദിക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയിട്ടില്ല.